ശ്രീനിവാസന്റെ തിരക്കഥയിൽ എം. മോഹനൻ സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് കഥ പറയുമ്പോൾ. ശ്രീനിവാസൻ നായകനായ സിനിമയിൽ മീനയും മമ്മൂട്ടിയുമായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ശ്രീനിവാസൻ ബാർബർ ബാലനായി എത്തിയപ്പോൾ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ അശോക് രാജായാണ് അഭിനയിച്ചത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ എം. മോഹനൻ. കഥ പറയുമ്പോൾ സിനിമയുടെ വൺ ലൈൻ റെഡിയായപ്പോൾ ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ശ്രീനിയേട്ടൻ വെച്ചത്. സൂപ്പർ സ്റ്റാർ അശോക് രാജന്റെ റോൾ മമ്മൂട്ടി ചെയ്യണം എന്നായിരുന്നു അത്. 5-6 സീനുകളാണ് മമ്മൂട്ടിക്ക് ഉണ്ടാകുകയുള്ളെന്നും അതിഥി വേഷമായിരിക്കും. പ്രധാന കഥാപാത്രം നെടുമുടി വേണുചേട്ടനോ മറ്റോ വെച്ച് ചെയ്യാമെന്നും ശ്രീനിയേട്ടൻ പറഞ്ഞു. എന്നാൽ പ്രധാന കഥാപാത്രം വേണുചേട്ടനേക്കാൾ ശ്രീനിയേട്ടൻ തന്നെ ചെയ്യുന്നതായിരിക്കും യോജിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നെ ആലോചിക്കാം, പക്ഷെ മമ്മൂട്ടി വരാതെ സിനിമ നിൽക്കില്ലെന്നാണ് ശ്രീനിയേട്ടൻ തന്ന മറുപടി. അതേസമയം അതിഥി വേഷത്തിലേക്ക് മെഗാസ്റ്റാർ മമ്മൂക്ക വരുമോ എന്ന ടെൻഷനായിരുന്നു എനിക്ക്. മമ്മൂക്ക ഇല്ലെങ്കിൽ സിനിമ ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. കഥ കേട്ടാൽ മമ്മൂക്ക സമ്മതിക്കുമെന്ന് മനസ്സു പറഞ്ഞു. എന്നാലും ചെറിയൊരു ആശങ്ക അപ്പോഴുമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാത്തിരുന്നു. അതിനിടെ ആൻഡോ ചേട്ടൻ കഥ കേട്ടു. ഇത് മമ്മൂക്ക ചെയ്യുമെന്ന് ഉറപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടെ എനിക്കും കോൺഫിഡൻസ് ആയി. അങ്ങനെ ഭാർഗവചരിതം 3-ാം ഖണ്ഡം എന്ന സിനിമയുടെ സെറ്റിൽ മമ്മൂക്കയെ കണ്ട് കഥ പറഞ്ഞു. കഥ കേട്ട സന്തോഷത്തോടെ നമ്മൾ ഇത് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. പല നിർമ്മാതാക്കൾ വരികയും പോവുകയും ചെയ്തു. മുകേഷ് ഏട്ടൻ ഒരു ദിവസം കഥ കേട്ടിട്ട് ശ്രീനി ഇത് നമുക്ക് നിർമ്മിച്ചാലോ എന്ന് ചോദിച്ചു. ശ്രീനിയും മുകേഷുമാണ് നിർമ്മിക്കുന്നതെങ്കിൽ പണം മേടിക്കാതെ അഭിനയിക്കാമെന്നും മമ്മൂക്ക വാക്കു തന്നു. അതോടെ എല്ലാവർക്കും ആവേശമായി. അങ്ങനെ ലൂമിയർ ഫിലിം കമ്പനിയുടെ ബാനറിൽ ശ്രീനിവാസൻ മുകേഷ് കൂട്ടുകെട്ടിൽ ആ സിനിമ ചെയ്തു. എം. മോഹനൻ പറഞ്ഞു.